മറ്റേ സ്കൂളിന് തീയിട്ട അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടിക്കാലമുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ ഫോട്ടോ എടുത്തിട്ട് OLX വിൽക്കാനിട്ടു, ഈ പോലീസ് സ്റ്റേഷൻ ഈ നാട്ടിന് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ മരണമാസം എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അത് കോമഡി ആയിരിക്കും. ഒരു അഴുക്കച്ചറകൻ. ആദ്യമേ നമസ്കാരം ട്രിവാൻഡ്രം, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. എത്രയും പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ടിനോവയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസിലുള്ള സിനിമയാണ്. അപ്പോൾ അതായിരുന്നു ഞാൻ ഈ സിനിമ ആദ്യം ടൊവിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ശിവപ്രസാദ്, ഞങ്ങളുടെ മിന്നൽ മുരളി എന്നൊക്കെ പറയുന്ന സിനിമയിൽ സഹസംവിധായകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിലേക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ സിനിമ എന്താ പറയുക, സിനിമയുടെ ആദ്യത്തെ ബാല സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങിയത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. ഞാനിവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. 2 വർഷം ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൽ കറങ്ങി നടന്നിരുന്നു. നമ്മുടെ തട്ടകമായിരുന്നു ഈ സ്ഥലമൊക്കെ. അന്ന് ലുലു മാളൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലുലു മാൾ വന്നു. വലിയ രീതിയിൽ മാറിപ്പോയി. സ്ഥലമൊക്കെ വരുമ്പോൾ മനസ്സിലാവുന്ന പോലുമില്ല നമ്മളിവിടെ ഉണ്ടായിരുന്ന സ്ഥലമാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതിലേക്ക് എല്ലായിടത്തോടെയും കറങ്ങി നടന്ന് ഇതിലേക്ക് ട്രിവാൻഡ്രത്തോടെയൊക്കെ തന്നെയാണ് ഷോർട്ട് ഫിലിമുകളൊക്കെ എടുത്തതും. ആ സമയത്ത് ജോലിയും ഷോർട്ട് ഫിലിമും സിനിമയും മറ്റ് കലാപരിപാടികളൊക്കെ ആയിട്ട് ഇതിലെ ആടിത്തിമിർത്ത് നടന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. അപ്പോൾ ട്രിവാൻഡ്രം എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ കരിയറിലും ഒക്കെ ഒരിക്കലും വേർപെടുത്താനാവാത്തൊരു സിറ്റിയാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ പഠിച്ചത് ഇവിടെ ചാവടിമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്, CET എന്ന് പറയും. അപ്പോൾ 4 വർഷം കോളേജ് ജീവിതവും ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വയനാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വേറൊരു സ്ഥലത്ത് മാറി താമസിക്കുന്നതും ഒക്കെ ആദ്യം ട്രിവാൻഡ്രത്താണ്. +2 വരെ നാട്ടിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റൽ ലൈഫൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്ന് കുറച്ച് കാലം ജീവിതം പഠിച്ചു തുടങ്ങുന്നത് ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ്. അപ്പം മരണമാസം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലെയൊക്കെ കുറച്ച് ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലൗഡായിട്ടുള്ള തമാശകളൊക്കെ ഉള്ള ഒരു സിനിമയാണ് മരണമാസം എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. സിജു സണ്ണിയാണ് ഇതിലെ എഴുത്തുകാരൻ. പൗലോസേട്ടൻ കുറേ വർഷമായിട്ട് നാടകത്തിൽ അഭിനയിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ മുഴുനീള ക്യാരക്ടർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെയും വൈകിട്ടാണെങ്കിലും അദ്ദേഹത്തിനും ഫൈനലി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ മോഹം പൂവണിയുന്ന ഒരു സിനിമ കൂടിയാണ് മരണമാസ്. പൗലോസേട്ടൻ ഉണ്ട്, പിന്നെ അതുപോലെ പൂജയുണ്ട്, അനിഷ്മയുണ്ട്. അനിഷ്മ നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം കാരി തന്നെയാണ് അനിഷ്മയും. പിന്നെ നമുക്കെല്ലാം പ്രിയപ്പെട്ട അല്ലൂപ്പനുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൺവിൻസിങ് സ്റ്റാർ ഇതിലൊരു വലിയ റോളാണ് ചെയ്തിരിക്കുന്നത് സുരേഷ് ഏട്ടൻ. കുറേ ആക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു കളർഫുൾ എൻ്റർടൈനർ അവധിക്കാലം എല്ലാവർക്കും കുടുംബത്തോടെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവധിക്കാല എൻ്റർടൈനർ സിനിമയായിരിക്കും മരണമാസം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരിക്കൽ കൂടി ഇതുവരെയുള്ള എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ടൊവിനോ വരുമോ എന്ന്. പ്രൊഡ്യൂസറായിട്ട് ടൊവിനോ വരുമോ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. എന്തെങ്കിലും ആൻസർ കൊടുക്കണ്ടേ? എവിടെ ടൊവിനോ? ഇല്ല, ഞങ്ങളെ പണിക്ക് വിട്ടിട്ട് പുള്ളി എവിടെ സിംഗപ്പൂരോ എവിടെയോ കറങ്ങിക്കൊണ്ടിരിക്കുക. വരാൻ പറ്റിയില്ല. അല്ലല്ല, സിഗ്മ അല്ലായിരുന്നു, ഞാൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് സിഗ്മ എന്ന് എന്താണെന്ന് ഇതിൻ്റെ എഴുത്തുകാരന് പോലും അറിയുന്നത് എനിക്ക് തോന്നുന്നില്ല. സിജു പറഞ്ഞു കൊടുക്കുക എന്താ സിഗ്മ. അങ്ങനെയൊന്നുമില്ല, ജീവിതത്തിൽ ഞാൻ സിഗ്മയൊന്നുമല്ല, സാധാരണ ഒരാൾ. പക്ഷേ ഇതിലെ ക്യാരക്ടർ കുറച്ച് എക്സാജറേറ്റഡ് ആണ്. നമ്മൾ മുമ്പ് ടീസറിലൊക്കെ കണ്ട പോലെ മറ്റേ സ്കൂളിന് തീയിട്ട അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടിക്കാലമുള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ ഫോട്ടോ എടുത്തിട്ട് OLX വിൽക്കാനിട്ടു, ഈ പോലീസ് സ്റ്റേഷൻ ഈ നാട്ടിന് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒക്കെ കുറച്ച് എക്സാജറേറ്റഡ്. മാസല്ല, അങ്ങനെ
ഞങ്ങൾ മരണമാസം എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അത് കോമഡി ആയിരിക്കും അങ്ങനത്തെ ഒരു മാസ് ക്യാരക്ടറൊന്നും അല്ല, ഒരു അഴുക്കച്ചറകൻ, അതാണ്. ഞങ്ങൾ എന്തായാലും തിയേറ്ററിൽ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. താങ്ക് യു പ്ലീസ്. അല്ല, ആദ്യമായിട്ടല്ല ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പും രണ്ട് സിനിമയോളം ടൊവിനോ കോ പ്രൊഡ്യൂസറായിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാന്ന് തോന്നുന്നു ഏറ്റവും വലിയ രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സിനിമ. പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കുറച്ച് കർക്കശക്കാരനായിരുന്നു മൊത്തത്തിൽ. കുടിക്കാനൊന്നും ചോദിച്ചാലൊന്നും തരുമൊന്നുമില്ല. ഒരു ജ്യൂസൊക്കെ ചോദിച്ചാൽ വലിയ പാടാ, ബഡ്ജറ്റ് കൂടുമെന്നൊക്കെ പറയും. അങ്ങനെ 4 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു ചായയൊക്കെ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ സമ്മതിക്കില്ല. ഭയങ്കര കർക്കശക്കാരനായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. നന്നായിട്ട് ഇനിയും പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ കല്യാണം കഴിക്കണതിന് മുമ്പ് എൻ്റെ അടുത്ത് കുറേ പേര് ഉപദേശിച്ചിട്ടുണ്ട്, കല്യാണം കഴിക്കല്ലേ നീ, അതോടെ പിന്നെ ലോക്കാവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. കല്യാണം കഴിച്ചവർ പലരും ഉപദേശിച്ചിട്ടുണ്ട് എന്നെ. കല്യാണം കഴിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്, കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. ഞാനിതുവരെ അങ്ങനെ ആ തീരുമാനത്തെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. നമ്മൾ സുഹൃത്തുക്കളായിട്ട് തന്നെ നിന്നാൽ മതിയെന്ന് തോന്നുന്നു. ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറയുന്ന വേർതിരിവുകളൊക്കെ വരുമ്പോഴാണ് അത് കുറച്ച് വേറൊരു സ്പേസിലേക്ക് മാറുക. ഇയാൾക്ക് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടണം, ഇയാൾ ശമ്പളം ലൈക്ക് ബ്രെഡ് വിന്നർ ഇയാളാണ്, വീട്ടുജോലി നോക്കുന്ന ആളാണ് ഭാര്യ എന്നൊക്കെ പറയുന്ന ഒരു വേർതിരിവുകൾ ഉണ്ടാകുമ്പോഴായിരിക്കും അത് കുറച്ച് അതിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ നോക്കുവാണെങ്കിൽ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിൽ അത് വേറൊരു നല്ലൊരു ഫേസാണ് ആക്ച്വലി ജീവിതത്തിൽ. യെസ്, ഞാനൊരു ജെൻസിയാണ്, നിങ്ങൾ വെറുതെ എന്നെ ഒരു അങ്കിളാക്കല്ലേ. അല്ല, ഇതിനകത്ത് നമ്മളെ ജെൻസി ഈ ടൈപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, 90s ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വന്നപ്പോൾ കുറച്ച് ജെൻസി, കുറച്ച് അല്ലാതെ ഇത് ത്രൂ ഔട്ട് ഒരു ജെൻസി വൈബുള്ള പടവും അങ്ങനെയുള്ള ഒരാളെ അല്ല. ഇതുപോലുള്ള ഫ്രണ്ട്സ് എനിക്കും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇങ്ങനെ ഒരാളെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, താങ്ക് യു. നമുക്ക് ഈ ക്യാരക്ടർ ഒരിക്കലും ബേസിലായിട്ട് ഇതുവരെ ചെയ്ത പോലെ ഒരു ക്യാരക്ടർ വേണം അങ്ങനെ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ റോൾ അങ്ങനെ ആയിരുന്നു. അപ്പം ഒരു വാളിച്ചെറുക്കൻ എന്ന് നമ്മൾ പറയത്തില്ലേ, അത് തന്നെ ആയിരുന്നു നമ്മുടെയും ഒരു വാളി. കറക്റ്റ് വേർഡാണല്ലേ, ഒരു വാളിച്ചെറുക്കനാക്കുക എന്നുള്ളതായിരുന്നു. ഇതിനകത്ത് ഒരു കളറേ ഉള്ളൂ. നമ്മുടെ പ്ലാൻ പ്രകാരം 5 കളറായിരുന്നു ഈ പടത്തിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. ഒരു കളർ തന്നെ അടിച്ചപ്പോഴത്തേനും മുടിയൊക്കെ പൊഴിയാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു ഇനി വേണ്ട, ഇതോടെ അങ്ങനെ നമ്മളത് മൊത്തത്തിൽ അങ്ങനെ പിടിക്കുമായിരുന്നു. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഈ മരണമാസം അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ സിജുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കണം. അപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആണ് ഈ കഥാപാത്രമൊക്കെ കയറി വരുന്നത്. പൂജയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ ക്യാരക്ടർ വന്നത്? അങ്ങനെയൊന്നല്ല. പക്ഷേ മരണമാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ അനുഭവം തന്നെയായിരുന്നു മരണമാസ്. എനിക്ക് തോന്നുന്നു അതേപോലെ വ്യത്യസ്തകൾ സപ്പോർട്ട് ചെയ്യുന്ന മലയാളി ഓഡിയൻസിന് ഇത് ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരിക്കും. അപ്പോൾ എല്ലാവരും 10-ാം തീയതി സിനിമ കണ്ട് നമ്മൾക്ക് അവരുടെ സ്നേഹവും സപ്പോർട്ടും തരുമെന്നാണ് വിശ്വാസം. ബേസിലിന്റെ മൂക്കിനിട്ട് ഇടിയൊക്കെ കൊടുക്കുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. ശരിക്കും കൊടുത്തോ? ഇല്ലില്ല, ഉറപ്പാണോ? വെറുതെ ശരിക്കും ചെറുതായിട്ടൊന്ന്. ഇല്ല ഇല്ല. ഓക്കെ പ്ലീസ്. എനിക്ക് എൻ്റെ നാടാണ് തിരുവനന്തപുരം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ മരണമാസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. എല്ലാവരും 10-ാം തീയതി നമ്മുടെ സിനിമ പോയിട്ട് കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു കൈൻഡ് ഓഫ് മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹായ്. ആളെല്ലാവർക്കും അറിയാൻ തോന്നല്ലേ, റൊണാൾഡോയുടെ ഒരു വൈറൽ സ്റ്റെപ്പൊക്കെ ഇടുന്ന ആളാണ്. നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ആ സ്റ്റെപ്പ് ഒന്നിട്ട് കാണിച്ചു തരാമോ? ഉറപ്പല്ലേ? നിങ്ങൾ എല്ലാവരും കൈയടിക്കില്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. Come on, 1, 2, 3, go. Yay! Superb, amazing. ബസ്സിലിരിക്കുന്നതൊക്കെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബസ്സിലിരിക്കുന്നതാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ബസ്സിൽ തന്നെ ആയിരുന്നോ? അവിടുന്ന് ഇറക്കിയില്ലേ ഇവരാരും? അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറക്കിയില്ലേ ഇവരാരും? ഇറക്കിയോ? പക്ഷെ ബസ്സാണ് ഇഷ്ടം അല്ലേ? ബസ്സിൽ കൂടെ ബേസിൽ ഉണ്ടായിരുന്നോ? ഉണ്ട്. ബേസിൽ എന്ന് പറയുമ്പോൾ ഒരു പവർ ഉണ്ട്, ഉണ്ടല്ലേ? ഓക്കെ, എന്തൊക്കെയാ ആള് പഠിപ്പിച്ചു തന്നെ? അഭിനയം പഠിപ്പിച്ചോ? അപ്പം ഇതുവരെ അഭിനയമായിരുന്നു. മരണമാസത്തിലൂടെ ആദ്യമായിട്ടൊരു തിരക്കഥ എഴുതിയിട്ട് വരികയാണ്. എല്ലാ പ്രാവശ്യം അഭിനയിച്ചിട്ട് പോയാൽ മതി. ഇപ്രാവശ്യം കുറേ ഭാരങ്ങൾ കൂടുതലാണ്, അതിൻ്റേതായ പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ട്.
എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. ആ വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി ആണ് നമ്മുടെ മരണമാസ് റിലീസാവുന്നത്. എല്ലാവരും സമയം പോലെ പോയി കാണുക. അന്ന് നമ്മൾ മാത്രമല്ല, ആലപ്പുഴ ജിങ്കാനയുണ്ട്, ബസൂക്കയുണ്ട്. എല്ലാ പടങ്ങളും കാണുക, എല്ലാവരെയും വിജയിപ്പിക്കുക. പിന്നെ ഞാനിവിടെ വ്യസനസമേതം ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ട് ഇവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു 1 മാസത്തോളം. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് സമയത്ത് രാവിലെ മട്ടൺ കഴിക്കാൻ പോവുക, മട്ടൺ ബ്രെയിൻ കഴിക്കാൻ പോവുക, സംസമ്മീന്ന് ക്രീം ബണ്ണ്. അതുകൊണ്ട് അങ്ങനെ കുറേ ഫുഡ് കൾച്ചറും ഒക്കെ എനിക്ക് ഭയങ്കര ട്രിവാൻഡ്രത്തോട് എനിക്ക് അങ്ങനെയാണ് ട്രിവാൻഡ്രത്തോട് കൂടുതൽ കണക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അതിന് മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുറേ നല്ല ആൾക്കാരാണ്. അപ്പം എല്ലാവരും കാണുക, റിക്വസ്റ്റ് ചെയ്യുകയാണ്. സമയം പോലൊക്കെ കാണുക. താങ്ക് യു. ആൻഡ് സിജുനോട് ഒരു കാര്യം ചോദിക്കേണ്ടായിരുന്നു. നമുക്കൊരു കൺവീൻസിങ് സ്റ്റാർ ഉണ്ടായിരുന്നു അല്ലേ? അതിന് നിങ്ങൾ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് പൂക്കിയാക്കി. ഇപ്പോൾ സത്യത്തിൽ കൺവിൻസിങ് സ്റ്റാർ ഇവിടെ വരേണ്ടതാണ്. ഷൂട്ടുള്ളത് കൊണ്ടാണ് വരാൻ പറ്റാതെ പോയത്. പൂക്കിയാണ്, ഞങ്ങളെക്കാട്ടിലൊക്കെ വലിയൊരു പൂക്കിയാണ് സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പവറാണ്. ആ ഒരു പവർ ഈ സ്റ്റേജിൽ ഇച്ചിരി കുറവുണ്ട്. സുരേഷ് ഏട്ടൻ ഉണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ കൂടി ഇങ്ങനെ നിർത്തി ഓണാക്കും. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടേ തമാശയൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് പടത്തിലും കാണാൻ പറ്റും. സുരേഷ് ഏട്ടൻ്റെ മാത്രമല്ല, രാജേഷ് മാധവൻ, സുരേഷ് ഏട്ടൻ, ബേസിലേട്ടൻ, പിന്നെ പൗലോസ് ഏട്ടൻ, എല്ലാവരുടെയും, അനീഷ്മ, പൂജ, ജോമോൻ, എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. അപ്പം എല്ലാവരും കാണുക. ഓക്കെ, എന്തായാലും ഏപ്രിൽ 10-ാം തീയതിയാണ് ഇറങ്ങുന്നത്. വെക്കേഷനാണ്, വിഷു ആണ്. എന്തായാലും ബാക്കി സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആലപ്പുഴ ജിംഖാനയുണ്ട്, ബസൂക്കയുണ്ട്, ഗുഡ് ബാഡ് അഗ്ലി ഉണ്ട്. എല്ലാ സിനിമകളും നിങ്ങൾ കാണുക. കൂടെ മരണമാസം കാണുക. ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവരോട് പറയുക. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.